യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനത്തെയാണ് നാം സ്വീകരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മാസം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർ, നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഉള്ള ഒരു കാര്യത്തെ മുൻനിർത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായൊരു ഇടപെടലിൻ്റെ അനുഭവവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. വചനം കേൾക്കുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ ദുഃഖിക്കുന്ന ഒരാളുണ്ട്, അത് പിശാചാണ്. എന്നാൽ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒന്നുണ്ട്, അത് ദൈവമാണ്. ഞാനും നിങ്ങളും വചനം പറയുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, കേൾക്കുകയും ചെയ്യുമ്പം സന്തോഷിക്കുന്ന ദൈവത്തിൻ്റെ മുഖം കാണാം. വാത്സല്യത്തോടെ നമ്മെ നോക്കുന്ന ദൈവത്തിൻ്റെ മുഖം കാണാം. എന്നാൽ ദുഃഖിക്കുന്ന പിശാചിൻ്റെ മുഖവും കാണാം. ദൈവവചനം കേൾക്കുന്ന എന്നെയും നിങ്ങളെയും ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വാത്സല്യം, കരുതൽ എൻ്റെ കൂടെയുണ്ട്. വചനം കേൾക്കുമ്പോൾ രണ്ട് കാര്യമാണ് ദൈവം നമ്മളോട് പറയുന്നത്. ഒന്ന്, ഞാൻ നിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. രണ്ടാമത് പറയുന്നൊരു കാര്യം, ധൈര്യമായിട്ട് പുറകോട്ട് നോക്കാതെ നീ മുന്നോട്ട് പോവുക. ഈ വചനം ശ്രദ്ധിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ആ വാക്ക് കണ്ടോ, നശിച്ചു പോകാതെ, തകർന്നു പോകാതെ, ഇല്ലാതായി പോകാതെ, പരാജയപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഉറപ്പാണ്, ആ വ്യക്തി നശിച്ചു പോകത്തില്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഞാനും എൻ്റെ കുടുംബവും നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. എൻ്റെ മക്കൾ നശിച്ചു പോകാൻ സമ്മതിക്കില്ല. എൻ്റെ സാമ്പത്തികം തകർന്നു പോകാൻ സമ്മതിക്കില്ല. എൻ്റെ ആരോഗ്യം തകർന്നു പോകാൻ സമ്മതിക്കില്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഞാൻ 2 വാക്കുകളെയാണ് ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനം പറയുമ്പോൾ പ്രാധാന്യത്തോടെ, ഗൗരവത്തോടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും. 2, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരും. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ഒരിക്കലും തകർന്നോ പരാജയപ്പെട്ടോ നശിച്ചോ പോകത്തില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ വചനം ഓരോ ദിവസവും കേൾക്കുന്നത്, നിങ്ങളുടെ മക്കളെ കേൾപ്പിക്കുന്നത്, ഒരു നിയോഗത്തോടെ ഈ വചനം ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ കുടുംബമായി ഇത് കേൾക്കുന്നത്, ധാരാളം പേർക്ക് ഇത് ഷെയർ ചെയ്യുന്നത്, അയച്ചു കൊടുക്കുന്നത്, കാണണമെന്ന് പറയുന്നത്, ഇന്നത്തെ വചനം പ്രത്യേകമായി ഒന്ന് കേൾക്കണേ എന്ന് ഫോണിൽ വിളിച്ചു പറയുന്നവരുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവർ, അങ്ങനെയുള്ള ഒരാളും നശിച്ചു പോവുകയില്ല.
പ്രിയപ്പെട്ടവർ, ഈ വചനം കേൾക്കുമ്പോൾ ഓർത്ത് എത്ര പേരാണെന്നറിയാമോ ജീവിതത്തിൽ തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ, നാശത്തിൻ്റെ അവസ്ഥയിലുള്ളവർ, സ്വഭാവം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ലഹരിയുടെ ഉപയോഗത്തിലൂടെ തകർന്നു പോകുന്ന സാഹചര്യത്തിലൂടെ ജീവിക്കുന്നവർ. എൻ്റെ മകൻ, എൻ്റെ മകൾ എന്താണ് ഇങ്ങനെ പോയാൽ എൻ്റെ പിള്ളേർ നശിച്ചു പോകില്ലേ? ഇങ്ങനെ ചെയ്താൽ എൻ്റെ സാമ്പത്തികം നശിച്ചു പോകില്ലേ? ഇങ്ങനെ ചെയ്താൽ എൻ്റെ കുടുംബം തകർന്നു പോകില്ലേ? ഈ വചനം ശ്രദ്ധിച്ചോ. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഏവനും നശിച്ചു പോകത്തില്ല. പ്രശ്നങ്ങൾ നാല് ചുറ്റും ഞെരുക്കുന്നുണ്ടോ? പ്രതിസന്ധികൾ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടോ? ഇനി എങ്ങനെ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും, എങ്ങനെ എൻ്റെ മക്കൾ രക്ഷപ്പെടും എന്നൊക്കെയാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, തകർന്നു പോകാതെ. ബൈബിളൊരു വാക്യമുണ്ട്, നീ വെള്ളത്തിൽ കൂടെ നടന്നാലും അത് നിന്നെ മുക്കിക്കളയുകയില്ല, തീയിൽ കൂടെ നടന്നാലും ആ തീ നിന്നെ പൊള്ളലേൽപ്പിക്കുകയില്ല. ഈ പറഞ്ഞവനിൽ വിശ്വസിക്കുന്നവരും ജീവിക്കുന്നവരുമാണ് നമ്മൾ. ആ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അവൻ ലോകത്തെ, എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൽ, ആ ദൈവത്തിലാണോ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? ആ ദൈവത്തിൻ്റെ വാക്കിലാണോ, ആ വാക്കാണോ ഇന്ന് കേൾക്കുന്നത്? ആ വാക്കിലാണോ വിശ്വാസം അർപ്പിക്കുന്നത്? നിങ്ങളോ, നിങ്ങളുടെ കുടുംബമോ, തലമുറകളോ, നിങ്ങളുടെ സാമ്പത്തികമോ ആരോഗ്യമോ നശിച്ചു പോവുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി അടിവരയിട്ട് പ്രസ്താവിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവുകയില്ല, നിത്യജീവൻ പ്രാപിക്കും. ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ ബലികളോടും ചേർത്ത് വയ്ക്കാം. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഇന്ന് അർപ്പിക്കുന്ന ബലിയിൽ നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ ദൈവമേ അങ്ങ് കരുതേണമേ. ഈ തലമുറയെ അങ്ങ് വഴി നടത്തേണമേ. ഓരോ മാതാപിതാക്കളും ചിലപ്പോൾ അവരുടെ മക്കളെ ചൊല്ലിയായിരിക്കും പല അസ്വസ്ഥതകളും ഉണ്ടാവുക. മക്കളെ പറ്റി പറഞ്ഞായിരിക്കും, മക്കളുടെ കാര്യം ഓർത്തായിരിക്കും പല വഴക്കുകളും ആശയക്കുഴപ്പങ്ങളും അസ്വസ്ഥതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വീട്ടിലുണ്ടാകുന്നത്. മക്കളുടെ കാര്യം പറഞ്ഞായിരിക്കും മിക്കവാറും കൂടുതൽ ഒച്ച ഉണ്ടാവുക, ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരിക. നിങ്ങളുടെ മക്കൾ നശിച്ചു പോകുമോ, തകർന്നു പോകുമോ, കൂട്ടുകെട്ട് മാറിപ്പോകുമോ, തെറ്റായ വഴിക്ക് പോകുമോ? ഹോസ്റ്റലിലാണല്ലോ, ആ രാജ്യത്താണല്ലോ, ഇവിടെയാണല്ലോ, അവിടെ എങ്ങനെയായിരിക്കും? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവുകയില്ല, നശിച്ചു പോകാതെ കാത്തോളും. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അങ്ങയുടെ വചനം കേട്ട ഈ കുടുംബത്തെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, ഈ മാതാപിതാക്കളെ, ഈ യുവതി യുവാക്കളെ, ഈ കുഞ്ഞുങ്ങളെ ഈ വചനത്തിലൂടെ അങ്ങ് സഹായിക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച എല്ലാ വിശുദ്ധ ബലികളോടും വിശുദ്ധ കുർബാനകളോടും ചേർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീടിരിക്കുന്ന സ്ഥലത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ ഓരോ മുറികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ താമസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്ത ഓരോ യുവതി യുവാക്കൾ, ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉചിതമായ തീരുമാനങ്ങൾ, അനുഗ്രഹമുള്ള ഉത്തരം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വലിയ വിടുതൽ വെളിപ്പെടട്ടെ. ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലൊരു സംരക്ഷണം അനുഭവിക്കട്ടെ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകർ പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു വലിയ കാര്യം ബോധ്യമായി. ഞങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നും ഞങ്ങളെ ദൈവം കരുതുന്നുണ്ടെന്നും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു ബോധ്യം കിട്ടി.
കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നൊരു ബോധ്യം ഉണ്ടാകട്ടെ. ഞങ്ങളെ ദൈവം കരുതുന്നുണ്ടെന്ന് ബോധ്യപ്പെടാനിടയാകട്ടെ. നല്ലത് വരും, നന്മയായത് വരും, അനുഗ്രഹമായത് വരും. ദൈവം നിന്നെ സഹായിച്ചോളും. നശിച്ചു പോകാൻ സമ്മതിക്കത്തില്ല. ഇടവും വലവും മുമ്പിലും പുറകിൽ ദൂതന്മാരുടെ കാവലുണ്ട് നിനക്ക്. നിൻ്റെ കുടുംബത്തിന് ദോഷമുണ്ടാകത്തില്ല. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണമേ. ഉയർച്ചയും അനുഗ്രഹവും തരണമേ. കർത്താവ്, ഓരോ ദിവസവും കേൾക്കുന്ന വചനം എൻ്റെ വിടുതലിന്, അനുഗ്രഹത്തിന്, സൗഖ്യത്തിന് കാരണമാക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഈ ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷമായിട്ടിരിക്കുക. ഈ വചനങ്ങളെ പല പ്രാവശ്യം കേൾക്കുക. സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ സംസാരിക്കട്ടെ. നാളെ തിങ്കളാഴ്ച ഒരുമിച്ച് വചനം കേൾക്കാൻ ഭാഗ്യവും അനുഗ്രഹവും തരട്ടെ. നമ്മൾ ഒരുമിച്ച് നാളെ കാണുന്നത് വരെ സർവശക്തനായ ദൈവം, സർവാധിപനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യട്ടെ. ആമേൻ.